ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു മധുരപ്പച്ചടി തയ്യാറാക്കി നോക്കിയാലോ? അതിനായൊരു പൈനാപ്പിൾ, കുറച്ച് മുന്തിരിങ്ങ, ഒരു ഏത്തപ്പഴം എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൈനാപ്പിൾ പൊടിയായി അരിഞ്ഞതും ഏത്തപ്പഴം ചെറുതായി നുറുക്കിയതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ്. ഇനി ഇത് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കഷ്ണമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരണം. ആ സമയം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചേർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പാനിയാക്കിയതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്നൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ കറിക്കൂട്ടെല്ലാം അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി അതിൻ്റെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ ചേർക്കുന്നതിനായിട്ടുള്ള തേങ്ങയും കടുകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് തേങ്ങ ഇട്ടൊന്ന് നമുക്ക് ചെറുതായിട്ട് വറുത്തെടുക്കാം. കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ തേങ്ങ മൂത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് കൂടി വറുത്ത് ചേർക്കണം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ കറിയൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയായി തുടച്ച് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ മധുരപ്പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.
ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.